ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. തിരുവചനം എന്ന ഈ പരിപാടിയിൽ ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ തോമസ് ഡാനിയൽ, മാറ്റാമ്പുറം, തൃശൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 139 സങ്കീർത്തനം 1 വാക്യം വായിക്കുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സങ്കീർത്തനം ദാവീദിനാൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. തൻ്റെ ജീവിത സായാഹ്നത്തോടടുത്ത സമയത്ത് താനിത് എഴുതിയെന്ന് മനസ്സിലാക്കാം. ദൈവത്തെപ്പറ്റി തനിക്ക് ലഭിച്ച പക്വമായ ചിന്തകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ദൈവം സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമാണ്. ദൈവം സകലവും അറിയുന്നു. ദൈവം അറിയാത്തൊരു കാര്യവുമില്ല എന്നുള്ള യാഥാർത്ഥ്യം ദാവീദ് മനസ്സിലാക്കി. കുറേ കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ദൈവം എന്നെ നന്നായി അറിയുന്നു എന്ന ചിന്ത ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നതിനും ദൈവഭയത്തിൽ തനിക്ക് ജീവിക്കുന്നതിനും കാരണമായി തീർന്നു. ദൈവം എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നുവെന്നാണ് ദാവീദ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നന്നായി അറിയുന്നവനാണ് ദൈവം. ദൈവം അറിയാത്തതായ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല. എബ്രായർ 4:13 പറയുന്ന ഇപ്രകാരമാണ്: അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവിടുത്തെ മുൻപിൽ നഗ്നവും മലർന്നതുമായിരിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തെ അറിയുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ദൈവത്തിന് മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ള അവസ്ഥയെ അറിയുവാൻ കഴിയുകയുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് ദ്രവ്യാഗ്രഹികളായ പരീശന്മാരോട് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുൻപാകെ നീതീകരിക്കുന്നവരാകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. അതെ, കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ്. 17 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യത്തിൽ ദാവീദിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തിയില്ല. ഇതെത്ര അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്! അതുപോലെ ദൈവം നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളെയും അറിയുന്നവനാണെന്ന് സങ്കീർത്തനം 44:21 പറഞ്ഞിരിക്കുന്നു. ദൈവം ആസാഫിലൂടെ 73 സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. അതെ, ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ്. വെളിപ്പാട് 2:23 ദൈവം നമ്മുടെ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരാഞ്ഞറിയുന്നവനെന്ന് കാണാൻ സാധിക്കും. അവൻ നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവനാണ്. ഫിലിപ്പോസ് നഥനയേലിനെ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സന്ദർഭം നമുക്കറിയാം. നഥനയേലിനെ കണ്ടപ്പോൾ യേശു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്: ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. നഥനയേലിൻ്റെ ഹൃദയം നന്നായി അറിയുന്ന കർത്താവിൻ്റെ വാക്കുകളാണിത്. ആയതിനാൽ ഹൃദയശുദ്ധിയുള്ളവരായി പരമാർത്ഥ ഹൃദയത്തോടെ ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായി, ദൈവം നമ്മുടെ വാക്കുകളെ അറിയുന്നു എന്നുള്ളതാണ്. ദാവീദ് ഈ സത്യം മനസ്സിലാക്കി താൻ ഇപ്രകാരം പറഞ്ഞു: യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമാകുമാറാകട്ടെ. നാം വായിച്ച സങ്കീർത്തന ഭാഗത്ത് ദാവീദ് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്: യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. മലാക്കി പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നത് മലാക്കി 2:17 3:13 നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ എന്നെ മുഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ഹൃദയത്തെ മാത്രമല്ല നമ്മുടെ വാക്കുകളെയും ശ്രദ്ധിക്കുന്നു. മത്തായി സുവിശേഷം 12 അധ്യായത്തിൻ്റെ 36 വാക്യത്തിൽ
നാം പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആകയാൽ നമ്മുടെ വാക്കുകൾ ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. നാം വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും അതെല്ലാം ദൈവനാമ മഹത്വത്തിനായിരിക്കട്ടെ. നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയതുമായിരിക്കട്ടെ. എഫെസ്യർ 4:29 കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനവിനായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുതെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. ആയതിനാൽ നമ്മുടെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന, കേൾക്കുന്ന, അറിയുന്ന ദൈവം, അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ദൈവഹിതപ്രകാരവും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുമുള്ളതാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. മൂന്നാമതായി, ദൈവം നമ്മുടെ പ്രവൃത്തി അറിയുന്നു എന്നുള്ളതാണ്. ദൈവഭക്തനായ ദാവീദ് സമ്മതിക്കുന്ന ഒരു കാര്യമാണിത്. 139 സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്ന ഇപ്രകാരമാണ്: എൻ്റെ നടപ്പ്, എൻ്റെ കിടപ്പ് എല്ലാം നീ അറിയുന്നു. നാം ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രവൃത്തികളും സൂക്ഷ്മമായി നിരീക്ഷിച്ചറിയുന്നവനാണ് ദൈവം. വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്കുള്ള ദൂത് അറിയിക്കുമ്പോൾ സഭകളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു എന്നുള്ളത്. ദൈവം നമ്മുടെ പ്രവൃത്തികളെ അറിയുന്നവനാണ്. ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ പ്രവൃത്തികൾ ദൈവഭയത്തോടുകൂടെ ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തികൾ ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് 2:23 ഞാൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുമെന്ന് അരുളി ചെയ്തിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നമ്മെ ന്യായം വിധിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടവരാകുന്നു. നമ്മുടെ പ്രവൃത്തികളെ ദൈവം ന്യായം വിധിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവം നമ്മെ സമ്പൂർണ്ണമായി അറിയുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി വളരെ ദൈവഭയത്തോടെ വിശ്വസ്തയോടെ കർത്താവിന് ഹിതമായ നിലയിൽ ജീവിപ്പാൻ നമ്മെ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.